വളരെ കോമൺ ആയി തുടങ്ങി 20 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരൊക്കെ മുട്ടുവേദനയായിട്ട് വരിക എന്നുള്ളത്. മറ്റത് നമ്മൾ പൊതുവെ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഇരിക്കുമ്പോൾ കാണാം, മെജോറിറ്റി ഇപ്പോഴും പ്രായമുള്ളവർ തന്നെയാണ്. എന്നാലും ഒരു മേജർ പോപ്പുലേഷൻ യങ് ഏജിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പൊതുവെ പറയാറുണ്ട്, ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ഇച്ചിരി ആത്മാർത്ഥത കൂടുതലാണ്. ജോലിയിലുള്ള ആത്മാർത്ഥത, ജോലിയിലുള്ള സ്ട്രെസ്സ്, ആത്മാർത്ഥത മാത്രമല്ല അതിൻ്റെ സ്ട്രെസ്സും കൂടി ഉണ്ട് കേട്ടോ. ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്, നമ്മുടെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോപ്പ് ആവുകയാണ്. ഈ 9 to 5 നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ 9 to 5 ആ ഒരു വർക്കിൻ്റെ സ്ട്രെസ്സ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള മൂഡോ ടൈമോ പലപ്പോഴും കിട്ടാറില്ല. ഇനി മൂഡോ ടൈമോ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോയി, വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പരിപാടികളല്ലാതെ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റ്നസ്സിലേക്ക് അല്ലെങ്കിൽ ഫിറ്റ്നസ് പ്രോഗ്രാം അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക നമ്മുടെ ലൈഫിൽ. ആ ഒരു കൺസെപ്റ്റ് വളരെ റെയറായി തുടങ്ങിയപ്പോൾ. എല്ലാവരും പോകുന്നുണ്ട് ജിമ്മിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു ആരും ഇപ്പോൾ ഇതിൽ കാണില്ല. പക്ഷേ മെമ്പർഷിപ്പേ കാണുള്ളൂ. അവിടെ പോകാനുള്ള എനർജി സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 1-ാം തീയതി ആകുമ്പോഴത്തേനും ജനുവരി 1st ആകുമ്പോഴത്തേനും ഭയങ്കര റെസൊല്യൂഷൻസൊക്കെ ആയിരിക്കും. ജിമ്മിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ പേടിക്കണ്ട, 2-3 മാസം കഴിയുമ്പോഴത്തേനും അതൊക്കെ കാലിയോ. മെമ്പർഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൾക്കാരവിടെ കാണില്ല. ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഒരു സ്വല്പം നമുക്കൊരു ആരംഭശൂരത്വം നമ്മുടെ ഈ ജനറേഷന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പാടില്ല. നമ്മൾ ഹെൽത്തിനും കൂടിയും കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെ ഉപദേശം കൊടുക്കാൻ നമ്മൾ ഡോക്ടേഴ്സൊക്കെ നല്ലതാണെങ്കിൽ ഞാനടക്കമുള്ള ഡോക്ടേഴ്സൊന്നും ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഹെൽത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. അത് സത്യാവസ്ഥയാണ്. ഞാനടക്കമുള്ള എല്ലാ ഈ ജനറേഷനിലുള്ള ഇനി വരാൻ പോകുന്ന ജനറേഷൻസോ ജെൻസി ജെൻസെഡ് എന്നൊക്കെ കൊണ്ട് പലരും പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഫിറ്റ്നസ്സിലേക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. ഡെഫിനറ്റായിട്ടും വർക്കഹോളിക് ആവണം, പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഹെൽത്തും കൂടി നോക്കുക.